ഉരുൾപൊട്ടലിൽ കുടുംബത്തിലെ 11 പേരെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഷംസുദ്ദീൻ. കനത്ത മഴയെ തുടർന്ന് സുരക്ഷിതമായിരിക്കാൻ വേണ്ടി മാറിയ വീടാണ് ഉരുളെടുത്തത്. ദുരന്തത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തങ്ങൾ സുരക്ഷിതരാണെന്ന് കാണിക്കാൻ വീട്ടിൽ ഒന്നിച്ചിരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അയച്ചവരാണ് ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയതെന്ന് ഷംസുദ്ദീൻ. അലക്സ് റാം മുഹമ്മദിന്റെ റിപ്പോർട്ട് കാണാം. മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിലാണ്. ചില സമയങ്ങളിൽ ചില മനുഷ്യർ വന്ന് പരിചയപ്പെടും. എൻ്റെ ഒപ്പം ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 11 പേരെയാണ് ഈ ദുരന്തം കവർന്നത്. ഷംസുദ്ദീൻ്റെ ഭാര്യ വീട് മുണ്ടക്കൈയിൽ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് മുണ്ടക്കൈയിലാണ്. ഇത് ആരൊക്കെയാണ് നഷ്ടപ്പെട്ടത്? അവിടെ എല്ലാവരും പോയി. എൻ്റെ തറവാട്ടിലെല്ലാവരും കൂടെ 11 പേര് പോയിട്ടുണ്ട്. എൻ്റെ അമ്മായിപ്പൻ, അമ്മായി, 2 അളിയന്മാർ, വല്യപ്പ, വല്യമ്മ, മാമൻ്റെ വൈഫ്, അവരെ പിള്ളേർ ഒക്കെ കൂടി 11 പേര് പോയിട്ടുണ്ട്. 5 പേരെ കിട്ടിയിട്ടുണ്ട്. 6 പേരെ മയ്യത്ത് പോലും കാണാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. കിട്ടിയിട്ടില്ല. അതാണ് അവസ്ഥ. മുണ്ടക്കൈയിൽ എവിടെയാണ് താമസം? ആ പള്ളീൻ്റെ നേരെ മുമ്പിൽ തന്നെ. അപ്പോൾ പാടിയിലാണോ? പാടിയിലായിരുന്നു. എൻ്റെ അമ്മായിമ്മയും അളിയന്മാരും അമ്മായിപ്പനും പാടിയിലായിരുന്നു. അപ്പോൾ കാലാവസ്ഥ മോശമായപ്പോൾ നമ്മൾ അവരെ വിളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് ദിവസങ്ങളിൽ തലേ ദിവസം അന്ന് രാത്രി ഒരു 10 മണി സമയത്ത് വരെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളെ സമാധാനിപ്പിക്കാനാണോ എന്നറിയില്ല, ഒരു വീഡിയോ എടുത്തിട്ട് വന്നു. ഞങ്ങളൊക്കെ സേഫാണ്, തറവാട്ടിലാണുള്ളത്. അപ്പോൾ പാടിയിലാകുമ്പോൾ അത്ര അടച്ചുറപ്പില്ലല്ലോ. അങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത് ഇവിടെ ഉരുൾപൊട്ടി? 1:30 സമയത്താണ് എൻ്റെ അമ്മാവൻ്റെ പെങ്ങൾ എൻ്റെ വൈഫിൻ്റെ ഫോണിലൊക്കെ വിളിക്കുന്നത്. ഇങ്ങനെ ആരും വിളിച്ചിട്ട് കിട്ടില്ല. അപ്പം തന്നെ നമ്മൾ അവിടുന്ന് വണ്ടിയായിട്ട് വാപ്പ എൻ്റെ 3 സുഹൃത്തുക്കളും കൂടെ രാത്രി തന്നെ പോകുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 2-2:30 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാനും കഴിയില്ല. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഈ പാലമൊക്കെ പോയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല. അപ്പോഴാണ് ഇനി അവളുണ്ട്, മാമൻ്റെ ഒരു കുട്ടിയുണ്ട്. ബാക്കി കുടുംബത്തിൻ്റെ എല്ലാം തകർന്നു പോയി. ഒറ്റ മോളേ ഉള്ളൂ. ആ മോളെയാണ് ഇവൻ കല്യാണം കഴിച്ചത്. പിന്നെ ദൈവത്തിൻ്റെ വിധി എന്നാ പറയാം. അത്തരത്തിൽ വിങ്ങിപ്പോകുന്നു, മനുഷ്യർ വിങ്ങിപ്പോകുന്നു, നമ്മളും ഇവിടെ നിന്ന് വിങ്ങിപ്പോകുന്നു. ഈ മണ്ണ് നോവ് മാത്രമാണ് അവശേഷിപ്പിക്കുന്നത്. ചൂരൽമലയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24.